മഴക്കെടുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ചും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴി എന്ന് പറഞ്ഞാൽ ധാരാളം മുന്നിലേക്ക് അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ധാരാളം ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് നിരന്തരമായിട്ട് അവധി വേണോ എന്ന് പറഞ്ഞ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ബഹളമാണെന്ന് പറഞ്ഞാൽ. അപ്പം അതൊക്കെ പലതും അവരുടെ ഒരു കൺസേൺ വെച്ചിട്ടുള്ളതാണ്. അപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ കളക്ടർ അവധി ഡിക്ലെയർ ചെയ്യുന്നത് അതൊരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിപ്പോൾ ഒരു റെഡ് അലേർട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവധിയായിരിക്കും. ഇനി ഓറഞ്ചും യെല്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തഹസിൽദാർമാരുടെ നിന്നും വില്ലേജ് ഓഫീസേഴ്സിനും റിപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അവധി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലാക്കാതെ എല്ലാ ദിവസവും അവധി വേണം. പലതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് റിപ്ലൈസ് നമുക്ക് കിട്ടാറുണ്ട്. ഇന്നലെ ഒരു കുട്ടി അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവധി തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാൻ എന്റെ അവസാനത്തെ ദിവസമായിരിക്കും, ഇതിന് കളക്ടറായിരിക്കും റെസ്പോൺസിബിൾ, ജില്ലാ കളക്ടർ രാജിവെക്കണം തുടങ്ങിയ കമന്റുകളൊക്കെ നിരന്തരമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആ ഒരു തമാശ സ്പിരിറ്റ് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ചില മെസ്സേജുകൾ ആ ഒരു സഭ്യമല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജിൽ പല മെസ്സേജുകളും വന്നു തുടങ്ങി. അതിനകത്ത് ചിലതൊക്കെ എന്റെ പേഴ്സണൽ പേജിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് അതൊരു കുറച്ച് സീരിയസ് ആയിട്ട് നമ്മളെ കണ്ടത്. അതിനുശേഷം ഞാനൊരു 1-2 മെസ്സേജുകൾ എടുത്തു. സൈബർ പോലീസ് സൈബർ സെല്ലിലേക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കംപ്ലൈന്റ് ചെക്ക് ചെയ്ത് സൈബർ സെല്ല് ട്രാക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം 10ൽ പഠിക്കുന്ന 9ൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് 2-3 പേരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന്റെ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. കേസിലേക്ക് പുഷ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ലൈക്ക് അങ്ങനെയുള്ള മെസ്സേജസ് അവർ കുട്ടികളുടെ വായിൽ നിന്ന് വരേണ്ട വർത്താനമല്ലായിരുന്നു ആ സമയത്ത് വന്നിരുന്നത്. അപ്പോൾ ഇത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പം ഇന്നലെ കാസർഗോഡ് ജില്ലാ കളക്ടറും പറയുകയുണ്ടായി ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ സ്കൂളിനെ ആശ്രയിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ട്യൂഷൻ ഇപ്പൊ ഈ മെസ്സേജ് അയക്കുന്ന പലർക്കും ചിലപ്പം ട്യൂഷൻ ഉണ്ടാകും. അപ്പൊ ട്യൂഷൻ ഇല്ലാത്ത സ്കൂളിലെ പഠനം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിൽ ഏകദേശം 80,000-ഓളം കുട്ടികളാണ് 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അതിനകത്ത് ഒരു 100-300 മെസ്സേജുകൾ വന്നു എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ അവധി കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ഒരു അവധിയും കാര്യങ്ങളും കൊടുക്കാനുള്ള തീരുമാനം തന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസരത്തിൽ ആൾക്കാരോട് പറയാനുള്ളത് കണ്ടിന്യൂ മെസ്സേജ് അയക്കാം, തമാശ അയക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പേരൻസും കുട്ടികളും ശ്രദ്ധിക്കാന്ന് മാത്രമേ നമ്മൾ ഇന്നലെ ഒരാളെ വിളിച്ചു വരുത്തി. പിന്നെ അപ്പം സംസാരിച്ചിട്ടുണ്ട്, മറ്റൊരാളെ കൂടെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവരെയും കൂടെ വിളിച്ചു വരുത്തി ജസ്റ്റ് ഒന്ന് ഉപദേശിച്ച് വിട്ടെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് എന്റെ ഈ ഫേസ്ബുക്കിൽ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുട്ടി അയച്ചത് വളരെ രസമാണ്. ഞാൻ കളക്ടർ ആവാനാണ് ആഗ്രഹം, എന്റെ ഭാവി കളക്ടർ ആവാനാണ് ആഗ്രഹം, പക്ഷെ ഇന്ന് ഞാൻ വെള്ളത്തിൽ പോയി മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നിന്ന് പോകും, അതുകൊണ്ട് പറഞ്ഞ ഒരു അവധി വരണം. അങ്ങനെ കുറെ നല്ല മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു സ്പിരിറ്റിലാണ് എടുക്കുന്നത്. പക്ഷെ ചില ഈ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തപ്പോഴാണ് ആ ഒരു നടപടിയിലേക്ക് പോയത്. എല്ലാം 15 വയസ്സിൽ താഴെയുള്ള ആളുകൾ തന്നെയാണ് എല്ലാം 15 വയസ്സിൽ താഴെയുള്ളതാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ മൊബൈലിൽ നിന്ന് എടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് രക്ഷിതാക്കൾ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തത് കുട്ടിയാണ് അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് സാറ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവരെ സ്കൂളിൽ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. കുട്ടികൾ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി 12 മണിക്കും ഒക്കെ വിളിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണി 12 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, സ്വന്തം പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്, അവധി വേണമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. എല്ലാം കൂടുതലും കുട്ടികൾ തന്നെയാണ്, ഒരു മെജോറിറ്റി കുട്ടികൾ തന്നെയാണ്. മാതാപിതാക്കളുടെ സൗണ്ട് വിളിക്കുന്നതും കുട്ടികൾ തന്നെയാണ്. ശരി, താങ്ക് യു.